45-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ ഞാൻ നിനക്ക് മുമ്പായി ദൈവം പറയുക, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. ദൈവവേദനയുടെ സ്തോത്രം. കോരസിന് കൊടുത്ത ആലോചനയാ, എനിക്ക് നിങ്ങൾക്കുള്ള ആലോചനയാ. സ്തോത്രം. ആര് വിശ്വാസം തള്ളിക്കളഞ്ഞാലും, ആര് വിശ്വാസം ഉപേക്ഷിച്ചു പോയാലും, ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ എനിക്ക് മുമ്പിൽ നടകൊള്ളുന്ന ദൈവമാ, എനിക്ക് മുമ്പിൽ നടകൊള്ളുന്ന ദൈവമാ. ആ ദൈവ സാന്നിധ്യം ഇന്നും പോയിട്ടില്ല. എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അവൻ എന്ത് ചെയ്യും? എന്റെ മുമ്പിലുള്ള ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിൽ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. 5-ാം വാക്യം മുഴുവൻ വായിക്കേണ്ട സമയമില്ല. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല. സ്തോത്രം. ദൈവമക്കളെ, അസാധാരണ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാച്ചുറലായിട്ട് ഒരു വിടുതൽ കിട്ടത്തില്ല, സ്വാഭാവികമായ ഒരു വിടുതൽ കിട്ടത്തില്ല. ഈ ഭൂമിയിൽ എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ കഴിവുകൊണ്ടും എൻ്റെ മിടുക്കുകൊണ്ടും ഇതിന് പരിഹാരമില്ല എന്ന് നീ പറയുമ്പോഴും മനസ്സിലാക്കിക്കോണം. ഹല്ലേലൂയ, ദൈവത്തെ പോലെ മറ്റാരുമില്ല. അവൻ പ്രവർത്തിക്കുന്നത് പോലെ ആർക്കും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയാതെ വണ്ണം ആർക്കും പ്രവർത്തിക്കാത്ത കാര്യങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ.